കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകർക്ക് നേരെ ആക്രമണം. ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. 9 പേർക്ക് പരിക്കേറ്റു. ഈങ്ങാപ്പുഴ സ്വദേശികളായി 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മുമ്പ് രാത്രി ഒരു ഏകദേശം സുമാർ 2 മണി കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ അവിടെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തകർ ഇങ്ങനെ പോകുന്ന നേരം 2-3 ആൾക്കാരെ കണ്ടു. അവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവരെ കാണുന്നത്. അവസരത്തിൽ അവരോട് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ പീടിയൻ്റെ ഓണറേയും വിളിച്ച് താക്കീത് ചെയ്ത് വിടുകയും ചെയ്തു. ആ വിട്ട അവസരത്തിൽ പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും അവർ ആവർത്തിച്ച് അത് ഈ ആവർത്തനം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് വിട്ടതിൻ്റെ ആ വൈരാഗ്യത്തിൽ അവർ പുറത്തു നിന്നുള്ള ലഹരിൻ്റെ ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ പ്രവർത്തകനെ അവരെന്ത് ചെയ്തു, മർദ്ദിച്ചു. ആ മർദ്ദിച്ച അവസരത്തിൽ ഇവർ താഴോട്ട് വിളിച്ചു പറഞ്ഞു. ഞങ്ങളോട് അങ്ങോട്ട് ചെന്നേരം ഇവർ കത്തിയെടുത്ത് വീശയിൽ എൻ്റെ കൈക്ക് മുറി പറ്റുകയും വേറെയുള്ള പ്രവർത്തകരൊക്കെ അവർക്ക് കുറേ പേരുണ്ടായിരുന്നു, കൂട്ടം കൂടി മർദ്ദിക്കുകയും ചെയ്ത. സമീർ സി മുഹമ്മദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? താമരശ്ശേരിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് സംഘം ചേർന്നുകൊണ്ട് നാട്ടുകാരെയും അതുപോലെ തന്നെ അവിടെയുള്ള ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെ പ്രവർത്തകരെയും മർദ്ദിച്ചിരിക്കുന്നത്. സാരമായി തന്നെ അതിൽ പരിക്കേറ്റിട്ടുണ്ട്. 3 പേർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. അതിലെ സമിതിയിലെ അംഗമാണ് അബ്ദുൽ അസീസ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കത്തി കൊണ്ട് വീശിയതാണ് ഈ അക്രമി. ആ വേളയിലാണ് കൈക്ക് മുറിവ് പറ്റിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇപ്പോഴും ലഹരി വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ലഹരി വിരുദ്ധ ജനകീയ സമിതി കാര്യക്ഷമമായുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ വലിയ ഒരു വൈരാഗ്യം അവർക്കുണ്ട്, ഈ അക്രമികൾക്കുണ്ട്. പ്രധാനമായും അവരുടെ കച്ചവടം നടക്കുന്നില്ല. അതുപോലെ തന്നെ അവർ ക്യാൻവാസ് ചെയ്തുകൊണ്ട് പല യുവാക്കളെയും അതിലേക്ക് കൊണ്ടുവരുന്നു. അത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും നടപടി ശക്തമാക്കിയിട്ടുണ്ട്. ഈങ്ങാപ്പുഴ സ്വദേശികളായിട്ടുള്ള 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് ഏതാനും പേർ കൂടി ഈ സംഭവത്തിലുണ്ട്, ഇവരുടെ സംഘാംഗങ്ങളിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, സമീർ, ഇപ്പോൾ ഇവിടെ കുറേ നാളുകളായി ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എങ്കിൽ, ലഹരി മാഫിയയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എക്സൈസ് വിഭാഗമൊന്നും ഇടപെടുന്നില്ല എന്നുകൂടിയാണോ സമീർ? നാട്ടുകാരുടെയും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെയും പരാതിയുടെ പശ്ചാത്തലത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസും അതുപോലെ തന്നെ എക്സൈസും പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ആ പരിശോധന തിരിച്ചറിയുന്ന വേളയിലൊന്നും തന്നെ ഈ കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പിന്നീട് ആ പെട്രോളിംഗ് ഒന്ന് അവസാനിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത്തരം സംഘങ്ങൾ സജീവമാകുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് പോലീസും എക്സൈസും വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇത്തരം വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത്തരം വിവരങ്ങൾ വളരെ വേഗത്തിൽ പോലീസിന് തന്നെ കൈമാറണം എന്നുള്ള ആവശ്യവും പോലീസും എക്സൈസും ഇവരോട്, അതായത് നാട്ടുകാരോടും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ജനകീയ സമിതി പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഈ ആളുകളെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ അറിയിക്കാം എന്ന് ഈ നാട്ടുകാരും പോലീസിനെയും അതുപോലെ എക്സൈസിനെയും അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, താമരശ്ശേരി ആ മേഖല വലിയ രീതിയിൽ ഇത്തരം സംഭവങ്ങൾക്ക്, അനിഷ്ട സംഭവങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായി മാറിയ ഒരു പശ്ചാത്തലം. അവിടെ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അമ്മയെ കൊല്ലുന്ന മകൻ, അതുപോലെ തന്നെ ലഹരി വിഴുങ്ങി ഒരു യുവാവ് ദാരുണമായി മരിക്കുന്ന സംഭവം, അത്തരത്തിലൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായ ഒരു മേഖലയാണ് താമരശ്ശേരി. അവിടങ്ങളിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും ഒക്കെ കരുതലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ പോലും പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പട്രോളിംഗ് നടത്തുമെന്നാണ് പോലീസും എക്സൈസും വ്യക്തമാക്കുന്നത്. ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.